ഹായ് ഹലോ ഫ്രണ്ട്സ്, JK സോളാർ പവർ സിസ്റ്റംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു 5 കിലോവാട്ട് ഹൈബ്രിഡ് സിസ്റ്റത്തിന് ഇൻസ്റ്റലേഷനാണ് പരിചയപ്പെടുന്നത്. എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് തന്നെ 10 സോളാർ മോഡ്യൂൾസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 6 കിലോവാട്ടാണ് പാനൽ കപ്പാസിറ്റി കിട്ടുന്നത്. ഇവിടെ നമ്മൾ ശരിക്കും ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റമായിട്ടാണ് ഈ ഹൈബ്രിഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഇൻവെർട്ടർ ഹൈബ്രിഡ് ആണെങ്കിൽ നമുക്കിവിടെ KSEB പെർമിഷൻ കിട്ടിയിട്ടില്ല. ഇവിടുത്തെ ട്രാൻസ്ഫോർമറിൻ്റെ ഫീസിബിലിറ്റി കഴിഞ്ഞ് പോയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഓഫ് ഗ്രിഡ് ആയിട്ടാണ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഒരു 5 ബെഡ്റൂമുള്ള വീടാണ്. അത്യാവശ്യം എല്ലാ ഉപകരണങ്ങളും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്, ഈ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പോൾ ഡെയിലി ഒരു 15 യൂണിറ്റിന് മുകളിലൊക്കെ കൺസപ്ഷൻ ഉള്ളവർക്ക് വീട്ടിൽ പവർ കട്ട് ഉണ്ടാവുകയോ ചെയ്യരുത്, അല്ലെങ്കിൽ ഫുൾ ടൈം വീട്ടിൽ പവർ സപ്ലൈ വേണമെന്നൊക്കെ ഉള്ളവർക്ക് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് എടുക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള നിരവധി ഇൻസ്റ്റലേഷൻസ് നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ JK സോളാർ പവർ സിസ്റ്റംസിൻ്റെ ഓപ്പൺ ഷോറൂം സന്ദർശിക്കുകയോ ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഹൈബ്രിഡ് ഇൻവെർട്ടർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ ഒരു എല്ലാ ബെനിഫിറ്റ്സും കിട്ടുന്ന, അല്ല അതിൻ്റെ ഒരു കമ്പൈൻഡ് വേർഷനാണ് ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ. നമുക്ക് ഫുൾ ടൈം വീട്ടിൽ ബാക്കപ്പ് ഉണ്ടാവും. KSEB ലൈനിൽ 1-2 ദിവസം കറണ്ട് പോയി കിടന്നാലും മോട്ടർ AC ഉൾപ്പെടെ എല്ലാ സാധനവും നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ചുരുക്കം പറഞ്ഞാൽ സ്വന്തമായിട്ട് വീട്ടിലൊരു പവർ പ്ലാന്റ് എന്നുള്ള രീതിയിലാണ് ഹൈബ്രിഡ് സിസ്റ്റംസിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി മുന്നിലുള്ള കാലങ്ങളിലൊക്കെ KSEB റെഗുലേഷൻസ് ഒക്കെ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു പവർ പ്ലാന്റ് എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കുന്നവർക്ക് 3 കിലോവാട്ട് മുതൽ ഹൈബ്രിഡ് സിസ്റ്റംസ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഹൈബ്രിഡ് സിസ്റ്റംസ് വരുമ്പം കോസ്റ്റ് വൈസ് അല്പം കൂടുതലാണ്. അല്പം എന്നുള്ളതല്ല, ഓൺ ഗ്രിഡ് സിസ്റ്റത്തിനെ അപേക്ഷിച്ച് ഒരു 60-80% കോസ്റ്റ് തീർച്ചയായിട്ടും കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഫീസിബിലിറ്റിയോട് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഏതാണോ ആപ്റ്റ് ആവുന്നത് ചെയ്യുക. ഇപ്പോൾ 2000 അല്ലെങ്കിൽ അതിൽ താഴെ ബില്ല് വരുന്നതിനെ സംബന്ധിച്ച് ചെറിയൊരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ചെയ്താൽ മതിയാവും. കണ്ടിന്യൂസ് ഒരു 5000 രൂപയ്ക്ക് ബില്ല് വരുന്നുണ്ട്. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ഹൈബ്രിഡോ അല്ലെങ്കിൽ ഓൺ ഗ്രിഡ് സിസ്റ്റംസ് ഒക്കെ യൂസ് ചെയ്യാം. ഓൺ ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ KSEB റെഗുലേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എപ്പോഴാണോ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ പോളിസികൾ ചേഞ്ച് ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ മാറേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ സ്ട്രിക്ട്ലി അതിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് കുറച്ച് പേടിക്കാതെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിസ്റ്റം തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ കാണുന്നതാണ് ഈസ്റ്റ്മാൻ ബ്രാൻഡിങ്ങിൽ വരുന്ന ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി, അതുപോലെ തന്നെ ഈസ്റ്റ്മാൻ്റെ തന്നെ ഹൈബ്രിഡ് ഇൻവെർട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഇൻവെർട്ടറിന് 10 വർഷമാണ് ഓൺ സൈറ്റ് വാറണ്ടി കമ്പനി കൊടുക്കുന്നത്. ബാറ്ററിക്ക് 5 വർഷം വെച്ചാണ് വാറണ്ടി വരുന്നത്. ഇതാണ് നമ്മുടെ ഫുൾ സിസ്റ്റം വരുന്നത്. ഇതിൽ നമുക്ക് ഈ കാണുന്നതാണ് ഈസ്റ്റ്മാൻ ബ്രാൻഡിങ്ങിൽ വരുന്ന 5 കിലോവാട്ട് ഹൈബ്രിഡ് സിസ്റ്റമാണ്. 7500 വാട്ട്സ് വരെയൊക്കെ കണ്ടിന്യൂസ് ലോഡ് പിടിക്കുന്ന ഒരു ഡിവൈസാണിത്. ഇവിടെ നമ്മൾ 5 യൂണിറ്റ് സ്റ്റോറേജുള്ള 2 ബാറ്ററി പാക്കുകളാണ് വെച്ചിരിക്കുന്നത്. 2 ഈസ്റ്റ്മാൻ്റെ തന്നെയാണ്, വാൾ മൗണ്ട് സിസ്റ്റമാണ്. ഇതിൽ ഈ ഒരു ബാറ്ററിയിൽ 5 യൂണിറ്റ് സ്റ്റോർ ചെയ്യാൻ സാധിക്കും, ഈ ഒരു ബാറ്ററിയിൽ അങ്ങനെ തന്നെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. നിലവിലെ 2 ബാറ്ററികളും 100% ചാർജറാണ്. ഇവിടെ നമ്മൾ ഇൻവെർട്ടറുമായിട്ട് ഈ ബാറ്ററി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ഈ ബാറ്ററിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇത് മാസ്റ്റർ ബാറ്ററി, ഇത് സ്ലേവ് ആയിട്ട് അല്ലെങ്കിൽ സെക്കൻഡറി ബാറ്ററി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇങ്ങനെ 15 ബാറ്ററികൾ വരെ നമുക്ക് കണക്ട് ചെയ്യാം. നിലവിൽ ഈ സിസ്റ്റത്തിൽ 2 അല്ലെങ്കിൽ 3 കണക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം 5000 വാട്ട്സ് പാനലിൽ നമുക്ക് മാക്സിമം ഒരു 20 യൂണിറ്റ് വരെയൊക്കെയാണ് സ്റ്റോറേജ് കൊടുക്കാൻ സാധിക്കുന്നത്. സെൻറ്ററിൽ ഒരു MCCB പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. MCCB എന്ന് പറയുമ്പോൾ മോൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയും. അതായത് 250 ആംപിയറാണ് ബാറ്ററിക്കും ഈ ഇൻവെർട്ടറിനും ഇടയിലുള്ളൊരു ഫിസിക്കൽ ഡിസ്കണക്ഷൻ സ്വിച്ചാണ്. ഇൻ കേസ് ഷോർട്ട് സർക്യൂട്ടോ ഇന്റേണൽ ഷോർട്ട് സർക്യൂട്ടോ വല്ലതും ഉണ്ടായാൽ ബാറ്ററിയെ ഇൻവെർട്ടറായിട്ട് ഡിസ്കണക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനമാണത്. ഇത് നിർബന്ധമായിട്ടും കൊടുക്കണമെങ്കിലേ ഉള്ളൂ നമുക്ക് ഇൻവെർട്ടറിന് വാറണ്ടി കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. ഇവിടെ ഈ കാണുന്ന തന്നെ DC-DB ഉണ്ട്. ഇതിന് ഒരു ഏരിയ കൺസ്യൂം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കൂടുതൽ ബാറ്ററികൾ വെക്കണമെന്നുണ്ടെങ്കിൽ ഇനി ബാറ്ററികൾ വെക്കാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. ഇനി AC-DBയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവർ സ്വിച്ച്, ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടും KSEB ഇൻപുട്ടും എല്ലാം വരുന്നുണ്ട്. ഇവിടുന്ന് കമ്പൈൻ ചെയ്ത് ആവശ്യമുള്ളത് നമുക്ക് താഴത്തേക്ക് പോകുന്ന രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ സൈറ്റിൽ നമുക്ക് നിലവിൽ KSEB ഫീസിബിലിറ്റി കിട്ടിയിട്ടില്ല, കാരണം ട്രാൻസ്ഫോമർ കപ്പാസിറ്റി കഴിഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓഫ് ഗ്രിഡ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 2 ബാറ്ററി പാക്ക് വെച്ചിരിക്കുന്നത്. നമുക്ക് നൈറ്റ് ടൈമിലൊക്കെ 2 ഇൻവെർട്ടർ ACകളൊക്കെ ഓവർനൈറ്റ് ഫുള്ള് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ബാറ്ററി പാക്കുകൾ സഹായിക്കും. ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന 590 വാട്ട്സിന്റെ ടോപ്കോൺ ബൈഫേഷ്യൽ 10 മോഡ്യൂൾസ് ആണ്. അതായത് 5900 വാട്ട്സ് 5.9 കിലോവാട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 20 മുതൽ 25 യൂണിറ്റ് വരെയൊക്കെ നമുക്ക് പവർ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നതാണ്. അത് ഡിപ്പെൻഡ് ആണ്. നമുക്കറിയാം ഓഫ് ഗ്രിഡ് എന്ന് പറയുമ്പോൾ ബാറ്ററി 2 ചാർജ് ചെയ്ത ശേഷം പിന്നെ വീട്ടിലെ ഉപയോഗം, അതോട് ചേർത്തിട്ടുള്ള പ്രൊഡക്ഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ EV ചാർജിങ് ഉൾപ്പെടെയൊക്കെ ചെയ്യുന്നുണ്ട്. സോ ചാർജറൊക്കെ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. നോർമലി ഒരു 5 ബെഡ്റൂം വരെയുള്ള വീടുകൾക്ക് ഈ ഒരു സിസ്റ്റം വളരെ ധാരാളമായിരിക്കും. ഇത് സിംഗിൾ ഫേസ് ആണ് വരുന്നത്. 3 ഫേസ് ഉള്ള വീടുകൾക്ക് നമുക്കിത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ ഇന്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിൽ KSEB ഇൻപുട്ട് നമ്മൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓഫ് ഗ്രിഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ബാറ്ററി 2 ഫുള്ളാണ്. വീട്ടിലേക്കുള്ള ഉപയോഗത്തിന് വേണ്ടി മാത്രമുള്ള പ്രൊഡക്ഷൻ നടക്കുന്നതായിട്ട് കാണാം. ഇവിടെ 2 സ്ട്രിങ്ങുകളായിട്ട് DC സപ്ലൈ വന്ന് കയറുന്നുണ്ട്. അതുപോലെ തന്നെ AC-DBയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ KSEBയിൽ നിന്ന് വരുന്ന സപ്ലൈ വന്ന് കയറാനുള്ള MCB, അതുപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് പോകുന്ന MCB, SPD ഒക്കെ കൊടുത്തിരിക്കുന്നതാണ്. ഒരു ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവർ സ്വിച്ച് ഉണ്ട്. ഇത് ഇൻ കേസ് ഇൻവെർട്ടർ പെട്ടെന്ന് ഫോൾട്ടി ആവുകയാണെന്നുണ്ടെങ്കിൽ KSEB സപ്ലൈ ഡയറക്റ്റ് കയറി വീട്ടിലേക്ക് കിട്ടാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് പവർ സപ്ലൈ കിട്ടാൻ വേണ്ടിയാണ്. ഇവിടെ നമ്മൾ എല്ലാ സ്ഥലത്തും ഉപയോഗിക്കുന്നത് 10 SWG ബെയർ കോപ്പർ കണ്ടക്ടറൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഈ രീതിയിൽ വളരെ ഭംഗിയായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു നല്ല ഏരിയ ഇതിന് വേണ്ടി എടുക്കുന്നുണ്ട്. ഇത് വാൾമൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം സ്പേസ് ഒന്നും പോകുന്നില്ല. 2 ബാറ്ററികളും വളരെ കൃത്യമായിട്ടുള്ള അകലം പാലിച്ച് ആണ് നമ്മൾ മൗണ്ട് ചെയ്തിരിക്കുന്നത്.
ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡെയിലി 15 മുതൽ 25 യൂണിറ്റ് വരെ പവർ കൺസംഷൻ ഉള്ളവർക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാവുന്നതാണ്. ഇനി KCB സപ്ലൈ ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു പവർ പ്ലാന്റ് എന്നുള്ള രീതിയിൽ ഉപയോഗിച്ച് വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഇവിടെ ഇത്തരത്തിൽ 5 പാനലുകൾ 2 റോ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു മൾട്ടി സ്പൈക്ക് ഫുൾ SS ലൈറ്റ്നിങ് അറസ്റ്റർ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കാർ പോർച്ചിന് മുകളിലാണ് ഇൻസ്റ്റലേഷൻ നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം ക്ലീനിങ്ങിനുള്ള ഫെസിലിറ്റി എല്ലാം ഉണ്ട്. നമുക്ക് ഇതിന് മുകളിൽ നിന്നുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാവുന്നതാണ്. നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ്. നല്ല വെയിലുള്ള ദിവസങ്ങളിൽ നമുക്ക് 20 യൂണിറ്റ് ആവറേജ് പ്രൊഡക്ഷൻ ഈ സിസ്റ്റത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി KCB ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഗ്രിഡ് ആയിട്ട് ഇത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പക്കാ ഹൈബ്രിഡ് സിസ്റ്റം ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ബാറ്ററികൾ സ്റ്റോർ ചെയ്ത് വീട്ടിലെ ഉപയോഗം കഴിഞ്ഞ് ബാക്കിയുള്ളത് KCBയിലേക്ക് എക്സ്പോർട്ട് ആവുന്നതാണ്. ഇതിൽ ഓൺലൈൻ മോണിറ്ററിംഗ് നമുക്ക് എനേബിൾ ചെയ്തിട്ടുണ്ട്. മൊബൈലിലെ ഡേറ്റാസ് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് ഡെയിലി ഡേറ്റാസ് മോണിറ്റർ ചെയ്യാം. അതിൽ നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന വാട്ട്സ്, അതുപോലെ തന്നെ സോളാറിൽ നിന്ന് വരുന്നത്, ബാറ്ററി എത്ര ശതമാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് അറിയാൻ സാധിക്കും. ഇതിൽ ഒരുപാട് സെറ്റിങ്സുകൾ വരുന്നുണ്ട്. നമുക്ക് ടൈം ഓഫ് ദ ഡേ ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഏത് ടൈമിൽ ബാറ്ററിയിൽ നിന്ന് എത്ര ശതമാനം ഡിസ്ചാർജ് ചെയ്യണം, എത്ര വാട്ട്സ് ഡിസ്ചാർജ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് അറ്റ്മോസ്ഫിയർ കെയർ ആവശ്യമാണ്. നമ്മൾ കൃത്യമായിട്ട് ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് തന്നെ കറക്റ്റായിട്ട് ചെയ്യിപ്പിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് KCB ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ആവുകയും അതുപോലെ തന്നെ ഫോൾസ് ആയിട്ടുള്ള വർക്കിംഗ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വിളിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ JK സോളാർ പവർ സിസ്റ്റംസ് എന്നുള്ള യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നത്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് വെച്ചേക്കുക. അതുപോലെ തന്നെ സോളാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നവർക്ക് നമ്മുടെ ചാനലൊന്ന് റെഫർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ മറ്റൊരു സോളാർ ഇൻസ്റ്റലേഷൻ വീഡിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻസ്റ്റലേഷൻ സെറ്റപ്പുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.